ഈ ഹായ് ഗായ്സ് കേട്ടിട്ട് നിങ്ങൾ കുറച്ച് കാലമായിട്ടുണ്ടാവില്ലേ. നമ്മളിന്ന് നമ്മളെ ചങ്ങായിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് താമരശ്ശേരി. അപ്പോൾ അങ്ങോട്ട് പോകണം ഞാനും ചിർഫാനും കൂടി ഇന്ന് പോണ വേക്ക് ഹൈലൈറ്റ് മാൾ കണ്ടപ്പോൾ അവിടെ നിന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ്. എത്തപ്പോൾ ചെറിയ ഉണ്ടാളി. പിന്നെ പോണ വേക്കുള്ള സംഭവമാണ് സൈൻ ലബനൊന്നും ഇപ്പോൾ ഒരു വിലയില്ല. മുക്കിന് സൈൻ ലബനാണ്. അങ്ങനെ അവിടെ നിന്ന് വിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മളെ ചങ്ങായിൻ്റെ റിസോർട്ടിൽ എത്തിയിട്ടത്. ഞാൻ പറഞ്ഞ നാസിഫ് നമ്മളെ ചങ്ങായിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട് പ്രോപ്പർട്ടി. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കണം. ഫുള്ള് പണികൾ കഴിഞ്ഞിട്ടില്ല, ഏകദേശം പണികൾ എൻഡിങ്ങിലാണ്. ഇത് പിന്നെ ഇറങ്ങിയിട്ട് അവിടെയുള്ള പൂൾ കേട്ടോ. അവിടെയുള്ള ഏറ്റവും വലിയ പൂളാണ്. നൈറ്റ് വെറുതെ ഇറങ്ങി നിന്നാണ്. ഇത് അവിടുത്തെ പാർട്ടി ഹാളാണ്. പാർട്ടി ഫംഗ്ഷന് കാര്യങ്ങൾ വെക്കാൻ പറ്റിയ വലിയ ഹാളാണ്. അവിടെ നിന്ന് വെറും പ്രഹസനേനും അവിടെ നിന്ന്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ ആണ് നമ്മളെ റൂമിലെത്തിട്ടോ. നമ്മളെ റൂമിലെത്തി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറിയപ്പോൾ അടുത്ത കുറച്ച് ചെങ്ങന്മാർ വരാണ്ട്. ഓലും കൂടി എത്തി കഴിഞ്ഞപ്പോൾ നട്ടപ്പാതിരൊക്കെ പാട്ടും പാടി ഡാൻസ് കളിച്ചുകൊണ്ട് ബൈക്കും പോകേണ്ട സീനായിട്ട് കാണും. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ അവിടെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും കിട്ടുന്ന സ്പോട്ട് ഉണ്ട് പറഞ്ഞിട്ട് നാസിബേ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചും ചിക്കൻ കറി കിട്ടുന്ന നല്ലൊരു സ്പോട്ട് ഉണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് താമരശ്ശേരിയുള്ള. അങ്ങനെ ഫുഡടിയും പരിപാടികളൊക്കെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ റിസോർട്ടിൽ എത്തിട്ടോ. അവിടെ എത്തി കുറച്ച് നേരം കലാപരിപാടികളും ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ചും കൂടി നേരം ഇങ്ങനെ നാസിഫിൻ്റെ ഒരു സ്പോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഉള്ള ഒരു ഹിഡൻ സ്പോട്ടാണെന്ന് പറഞ്ഞു. നട്ടപ്പാതിര നേരാണ്ട് കൊണ്ടേക്കാണ്. മനസ്സിന് പേടിയായിട്ട് ഏതോ ഒരു ഉള്ള റോഡ് കൂടി ഇങ്ങനെ കൊണ്ടുപോകാം. അവൻ പറഞ്ഞിട്ടില്ല മച്ചാൻ എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നൈറ്റ് റൂമൊക്കെ തിരിച്ചെത്തി രാവിലെ നീച്ചപ്പോഴുള്ള വ്യൂ ആണ് കാണി. ഈ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അപാര വ്യൂ ആണ്. ഇന്നലെ രാത്രി ഇറങ്ങുന്നില്ല ഒരു പൂൾ. അതാണ് ഈ പൂള്. അത്യാവശ്യം ഇവിടുത്തെ ഏറ്റവും വലിയ പൂളാണ്. ഇവിടുന്ന് എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ്. എവിടുന്ന് ജനാലിന്റെ വിൻഡോ കൂടെ പുറത്ത് നോക്കിയാലും നല്ല വ്യൂ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി. അത്യാവശ്യം വലിയ പ്രോപ്പർട്ടിയാണ്. ഇന്നലെ നമ്മൾ കിടന്ന റൂമാണ് ഈ കണ്ടത്. ഇതിന് മേലാണ് നമ്മൾ ഇന്നലെ കിടന്നത് കേട്ടോ. ഇവിടുത്തെ ബുക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സിനായിട്ട് വരാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്പോട്ടാണിത്. നിങ്ങൾക്ക് ഇവിടെ ബുക്കിങ്ങിനും കാര്യങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുക്കാട്ടോ. അങ്ങനെ രാവിലെ എനിക്ക് ഞാൻ നാസിഫ് ഞങ്ങളെല്ലാവരും കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ നാസിഫ് പറഞ്ഞ ഇവിടെ നല്ല സ്പോട്ടുകളുണ്ട് കാണാൻ പറ്റുന്ന അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. അവന് ഇതുപോലത്തെ വനംവകുപ്പിന്റെ ഏരിയ കേട്ടോ. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നുമില്ല കേട്ടോ. ടിക്കറ്റ് എടുത്ത് അതിനുള്ളിലോട്ട് കാണാൻ കയറാൻ പറ്റും. നമുക്കിവിടെ നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാട്ടോ. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി അവിടെ എത്തിപ്പെട്ടെത്തിയ സ്പോട്ട് ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. ഇത് നമ്മളെ കൂട്ടത്തിൽ ഒരു കട്ട വൈബനാട്ടോ. ഒറ്റയ്ക്ക് നിന്ന് വൈബ് ആസ്വദിക്കുന്നുണ്ടില്ലേ വാട്ടർഫാൾസിന്റെ. നിങ്ങൾ നാച്ചുറൽ ആക്ടിങ് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നാച്ചുറൽ ആക്ടിങ്. ഞങ്ങൾ റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിങ് ആയിരുന്നു അത്. ഞാൻ വേറെയും കുറെ വാട്ടർഫാൾസ് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര അടിപൊളി വാട്ടർഫാൾസ് ആദ്യമായിട്ട് പോകുന്നത്. അവിടെ നിങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോരാൻ തോന്നുന്നില്ല. അവിടെ ഒരുപാട് നേരങ്ങൾ ഇരുന്നു. ഇച്ചെങ്ങനെ നൃത്തം കണ്ടാൽ തോന്നുന്നു മലയക്കോട്ട് വാലി പിന്നെ എത്താൻ പോലെ വടിയും പിടിച്ചുള്ള നൃത്തം കണ്ടാൽ. പിന്നെ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ഏകദേശം പള്ളി പൈപ്പ് തുടങ്ങിയിട്ട് പള്ളി പൈപ്പ് തുടങ്ങിയാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് പോയിക്കാണ് കിട്ടിയ സാധനം വാങ്ങിക്കൊടുന്നു. ഈ വ്യൂവും കണ്ടാണ് പൊറാട്ടയും കടലും കഴിക്കാനുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. അത് അവിടെ പോയി കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ ശേഷം എനർജിന് ശേഷം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ട് വാട്ടർഫാൾസ്. ഇവനാരാ മത്സ്യകന്യകനോ? അവന്റെ നൃത്തം കണ്ടാൽ അത് തോന്നിയ മത്സ്യകന്യകനാണ്. അങ്ങനെ കുറച്ചധികം നേരത്തെ നീരാട്ടത്തിന്റെ ശേഷം ഞങ്ങളോട് തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോകാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയമായിട്ട് ഈവനിങ് ആയപ്പോൾ എല്ലാവരും ഏകദേശം ഇറങ്ങി തുടങ്ങി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൊടുത്ത ബുക്കിങ്ങോ ഡീറ്റെയിൽസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കുക. അതിൽ വിളിച്ച് അന്വേഷിച്ചാൽ മതി കേട്ടോ. ഏകദേശം 6 മണിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ബാക്കി അടുത്തിൽ കാണാം.